ആതിര കഴിഞ്ഞ ദിവസമാണ് സംഗീത സംവിധായകൻ വൈരമുത്തുവിന് ജ്ഞാനപീഠം അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഗായികയായ ചിന്മയി നടത്തുന്ന ഒരു പ്രതികരണമുണ്ട്. വളരെ വേദനാജനകമാണിതെന്ന് എന്നൊക്കെ പറയുന്ന ഒരു ഡിസപ്പോയിന്റ്മെന്റ് രേഖപ്പെടുത്തുന്ന ഒരു പ്രതികരണം. അതിനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഗായിക ചിന്മയി ഇയാൾക്കെതിരെ ഒരു ആരോപണം നടത്തിയിട്ടുണ്ട്. ഒരു മീറ്റു ക്യാമ്പയിനിൽ, മീറ്റു ഹാഷ്ടാഗിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ചെന്നൈയിൽ എവിടെയോ വെച്ച് ഒരു പ്രോഗ്രാമിൽ വെച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകണം എന്നുള്ള രീതിയിലുള്ള സംസാരം ഉണ്ടായിട്ടുണ്ട്. തനിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം നടത്തിയിട്ടുണ്ട്, ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള പരാതി നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പൊതുസമക്ഷം. എന്നിട്ടും ഇത്തരത്തിലുള്ള അവാർഡ് എങ്ങനെയാണ്, ജ്ഞാനപീഠം പോലൊരു അവാർഡ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു വ്യക്തിക്ക് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ചിന്മയും അതുപോലെ തന്നെ പലരും ചോദിക്കുന്നത്. ഇത്തരത്തിൽ ലൈംഗിക പീഡന പരാതികളുള്ള ആരോപണങ്ങളുള്ള വ്യക്തികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബഹുമതികളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് ശരിയായൊരു രീതിയാണോ? തീർച്ചയായും അവരുടെ വേദന അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പോ ഇദ്ദേഹത്തെ വൈരമുത്തുവിനെ കിട്ടിയിട്ടുള്ളത് സംഗീതത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ സംബന്ധിച്ചായിരിക്കാം ജ്ഞാനപീഠം കിട്ടിയിട്ടുള്ളത്. പക്ഷെ എന്ന് ആലോചിച്ച് നോക്കുമ്പോഴേ ആദ്യത്തെ മീറ്റു ആണ് ചിന്മയി എന്ന് പറയുന്നത്. സംഗീത ലോകത്തെ ഒരു ഒറ്റയാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ നമുക്ക് വൈരമുത്തുവിനെ പറയേണ്ടി വരും. ആ സമയത്ത് ചിന്മയി ജൂനിയർ തന്നെയാണ്. അങ്ങനെ ഒരു ജൂനിയർ ആയിട്ടൊരാള് പൊതുസമൂഹത്തിലേക്ക് വന്ന് മീറ്റു ക്യാമ്പയിൻ നടത്തുമ്പോൾ അവർക്ക് തന്നെ അറിയാം തനിക്ക് എത്രത്തോളം അവസരങ്ങൾ നഷ്ടപ്പെടാൻ പോകുന്നുണ്ട്. ഒരു നീണ്ട കാലയളവിലായിരുന്നു ചിന്മയെ നമുക്ക് കാണാൻ പോലും സാധിച്ചില്ല. അതിനുശേഷം അവരുടെ ഒരു കംബാക്ക് എന്ന് പറയുന്നത് അതുപോലും സോഷ്യൽ മീഡിയ ഇടങ്ങളിലൊക്കെ അതെ, റീലുകളിലായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഗായിക എസ് ചിത്ര ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു റീലിൽ നിന്നാണ് വീണ്ടും ഒരു ഹൈപ്പ് ഉണ്ടാകുന്നതും ചിന്മയെ വീണ്ടും സമൂഹം അംഗീകരിച്ചു തുടങ്ങുന്നതും. അത്രയും കാലം മാറ്റി നിർത്തപ്പെട്ട ഒരു സ്ത്രീയുടെ വിഷമം അപ്പാടെ തള്ളിക്കൊണ്ടാണ് ഈ പറഞ്ഞ അവാർഡ് കൊടുക്കുന്നത്. എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരു നടനെതിരെ ഒരു ലൈംഗിക പീഡന പരാതി വരുന്നു, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഒരു പീഡന പരാതി വരുന്നു, സംവിധായകൻ, സംഗീത സംവിധായകൻ, സിനിമാ മേഖലയിലുള്ള മറ്റ് പലരും, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും ലൈംഗിക പീഡന പരാതികൾ വരുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു സൈഡ് മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവിനെ, അദ്ദേഹത്തിന്റെ ജോലിയെ, അദ്ദേഹത്തിന്റെ സോഷ്യൽ സ്റ്റാറ്റസിനെ വെച്ച് മാത്രം അയാളെ അളന്നുകൂടെ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലെല്ലാം തന്നെ ഇവർ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന മനുഷ്യരാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു സംഗീത സംവിധായകനാവുക, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ തന്നെ ഒരു ദൈവമായി കാണുന്ന, വളരെ ആരാധനയോടെ നോക്കിക്കാണുന്ന കുറെ മനുഷ്യരുണ്ടാകും. അവരുടെയൊക്കെ മുന്നിൽ ഒരു ബാഡ് എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്നത് തന്നെയല്ലേ ഇത്? മെഹെ, നമ്മൾ കേട്ടിട്ടുള്ള ഒരു വിഷയമാണ്. പല മൂർത്തികളെയും അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ ആ വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു പോകുന്നു. അതുകൊണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നു അതെ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നില്ലെങ്കിൽ പോലും നമ്മൾ ഈ മാധ്യമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നമുക്ക് പലർക്കും പല കഥകളും കേട്ടിരുന്നു. അന്നൊക്കെ ഞെട്ടലിന്റെ ദിവസങ്ങളായിരുന്നു. എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്ന് മനസ്സിലാകാത്ത, സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ആയതുകൊണ്ട് തന്നെ പുറത്തു പറയാൻ പറ്റാത്ത പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഈ പറയുന്നത്. ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് അവരുടെ വ്യക്തിപരമായ ജീവിതങ്ങളും അതേപോലെ മേഖല, അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലയും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരിയാണ്, വ്യക്തിപരമായ ജീവിതത്തിൽ അയാൾ വളരെ ക്രൂരനായിരിക്കാം. അയാൾ ഏത് തലത്തിലുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ജീവിത ശൈലികൾ കൊണ്ടതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇപ്പുറത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് അയാളുടെ ബെസ്റ്റ് ഓഫ് ആയിരിക്കും അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് അത് തമ്മിൽ ഒരു കമ്പാരിസന്റെ ആവശ്യമുണ്ട് എന്ന് പലരും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളോട് എങ്ങനെയാണോ അത് മാത്രം നമ്മൾ നോക്കിയാൽ പോരെ, ആ ഒരു രീതിയിലുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഇവിടെ പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ പെൺകുട്ടികളെ കൊന്നിട്ടുള്ള, അല്ലെങ്കിൽ ആൺകുട്ടികളെ കൊന്നിട്ടുള്ള ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തിയിട്ട് ചിലപ്പോൾ അവർ ഫസ്റ്റ് മർഡർ ആയിരിക്കാം. അവരുടെ ഏത് സാഹചര്യത്തിലാണ് അവരവരെ കൊന്നിട്ടുള്ളതെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇതൊക്കെ നോക്കുന്ന സമയത്ത് അയാൾ നല്ലൊരു മകനായിരുന്നു, അയാൾ നല്ലൊരു സഹോദരനായിരുന്നു, ആ നിലയിൽ അയാൾ നല്ല രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പുറത്തുള്ള ഈ കുറച്ച് ആൾക്കാരോട് മാത്രം പ്രശ്നമുണ്ട്. അങ്ങനെ രീതിയിൽ അല്ലെ, അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ലൈംഗിക ആരോപണ പരാതികൾ, അല്ലെങ്കിൽ ഇത്തരം പരാതികൾ വരുന്ന സമയത്ത് ഡീഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഒരു വിഭാഗത്തെ മാത്രം ഡീഗ്രേഡ് ചെയ്യുകയും മറ്റൊരു വിഭാഗത്തെ വിഗ്രഹം പോലെ പൂജിക്കുകയും ചെയ്യുന്നു. അത് എന്ത് നിലപാടാണ്? അത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പീഡനങ്ങളെ വരെ അളക്കുന്നു, കമ്പയർ ചെയ്യുന്നു,
പീഡനങ്ങൾക്ക് എങ്ങനെയാണ് കമ്പാരിസൺ വരുന്നത്? തീവ്രത അളക്കുന്ന മനുഷ്യരുണ്ട്. ഈ പറയുന്നത് പോലെ ഈ വൈരമുത്തുവിനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ തൊട്ടിട്ടല്ലേ ഉള്ളൂ, തലോടിയിട്ടല്ലേ ഉള്ളൂ, മുട്ടിയിട്ടല്ലേ ഉള്ളൂ. ഈ എനിക്കൊന്ന് മദ്രാസ് ഹൈക്കോടതിയാണെന്ന് തോന്നുന്നു ഒരിക്കൽ പറഞ്ഞിരുന്നു, ഡ്രസ്സിന്റെ പുറത്തുകൂടി പിടിക്കുന്നത് ഗ്രോപ്പിംഗ് അല്ല എന്നുള്ള വിവാദ പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഇന്റൻസിറ്റി ആരാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ വൈരമുത്തുവിന്റെ കാര്യം മാത്രമല്ല, വേടനെതിരെ മീറ്റു ക്യാമ്പയിൻ വന്നപ്പോഴും ഇത് തന്നെയാണ് ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ മോശം ക്യാരക്ടർ ഉണ്ട് എന്ന് പറയുന്ന ഒരു സൈഡിനെ മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ പാട്ടിനെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ഇതുപോലെ തന്നെയാണ് മറ്റ് പല നടന്മാരുടെയും കാര്യം. ഈ കാര്യങ്ങളിലെല്ലാം ഒരു ഇരട്ട നീതിയുണ്ട്. ഇപ്പോൾ സർക്കാരാണെങ്കിൽ പോലും നമുക്ക് ആവശ്യമുള്ള ആൾക്കാരാണോ, നമ്മുടെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരാണോ, അവർക്കാണെങ്കിൽ ഇളവുകളാകാം, അല്ലെങ്കിൽ ഇളവുകൾ വേണ്ട, അവർ മാറി നിൽക്കട്ടെ എന്നൊരു ചിന്ത പല നിലപാടുകളും മാറ്റിയെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് സിനിമാ മേഖലയിലാണെങ്കിൽ പോലും ഇപ്പോൾ അവിഹിതത്തെ എതിർക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷേ നടൻ വിജയുടെ കാര്യം വന്നപ്പോൾ അവിഹിതം എന്തുകൊണ്ടായിക്കൂടാ, ഇഷ്ടമല്ലേ, പ്രണയമല്ലേ എന്ന് പറയുന്നവരുണ്ട്. ഇതിനെല്ലാം നോർമലൈസ് ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സാധാരണ ജനങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും, ഈ സ്ത്രീ വിഷയങ്ങളിൽ, അത് ഈ ചീറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കലോ, അല്ലെങ്കിൽ റേപ്പ് തന്നെ ആയാൽ പോലും, സെക്ഷൽ ഒഫൻസ് ആയാൽ പോലും, ഇതിലെല്ലാം രണ്ട് നീതിയുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ചിന്മയി ആണെങ്കിൽ പോലും, അതുപോലുള്ള മറ്റ് പല നടിമാരാണെങ്കിൽ പോലും, നിങ്ങൾ പോയിട്ടല്ലേ, നിങ്ങൾ അങ്ങനെ പോയി നിന്നത് കൊണ്ടല്ലേ എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നോ പറയാൻ കഴിയില്ല? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യമുനകളിൽ കൊണ്ട് നിർത്തുന്നത് സമൂഹം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ സിനിമ ഇൻഡസ്ട്രി ആണെങ്കിലും ഈ എല്ലാവർക്കും, നാട്ടിലുള്ള എല്ലാവർക്കും അഭിപ്രായം പറയാൻ സാധിക്കും എന്നുള്ളത്. അതിന്റെ ഒരു കാര്യം എന്താണെന്ന് അറിയുമേ, ഇതിനകത്തിൽ ഇപ്പൊ വൈരമുത്തു അഡ്ജസ്റ്റ്മെന്റിന് ചോദിച്ചു. അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇത്ര പ്രായമായ ഒരു മനുഷ്യന് ഇത്ര ആദ്യമായിട്ടാണ് അയാൾ ചിന്മയുടെ അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്നത്, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഒരിക്കലുമല്ല. അല്ലെങ്കിൽ അത്തരത്തിൽ വീണ്ടും അദ്ദേഹം അതിക്രമണം നടത്തിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇത് ചിലപ്പോ ആ ഒരു ഇൻഡസ്ട്രിയില് പുള്ളിക്കാരൻ നിരന്തരമായി അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരിക്കാം, അഡ്ജസ്റ്റ്മെന്റുകൾ ഒരുപാട് നടത്തിയിട്ടുണ്ടായിരിക്കും. അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ഒരുപാട് ഗായകന്മാർ ചിലപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കാം, അതറിയില്ല. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ ഒരു പുതുമുഖ അല്ലെങ്കിൽ ജൂനിയറിനോട് അങ്ങനെ ആവശ്യപ്പെട്ടത് നടത്താം എന്ന രീതിയിൽ. നോർമലൈസ്ഡ് ആണ്, അത്ര നോർമലൈസ്ഡ് ആണ് അവിടെ ചോദിക്കുന്നത്. അതിപ്പോ സിനിമാ മേഖലയിലാണെങ്കിലും അത് നോർമലൈസ്ഡ് ആയി മാറിയത്, അല്ലെങ്കിൽ അവിടെ അത് അങ്ങനെ നടക്കുന്നുണ്ട്. സിനിമയിൽ ഒരു പീഡനം, സിനിമയല്ലേ, സിനിമയിൽ അത് നടക്കും. അതാണ് ഒരു വിഷയം. കാരണം അത്തരം കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിലൊരു പുതുമയില്ല. ഇപ്പൊ പൊളിറ്റീഷ്യൻസിന് കുറച്ച് അവിഹിതങ്ങളുണ്ട്. അത് പൊളിറ്റിക്സ് അല്ലേ. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തൊലിക്കട്ടി വേണം. അപ്പൊ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളുണ്ട്. അയാൾ നല്ല നേതാവാണോ, വികസനം ഉണ്ടോ നോക്കിയാൽ പോരെ, അല്ല അയാള് നാട്ടിലുള്ള സ്ത്രീകളെയൊക്കെ പീഡിപ്പിക്കുന്നുണ്ടോ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഒരു നിലപാടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്ര കാലം ഇത്തരത്തിൽ കുറച്ച് ആൾക്കാരുടെ പീഡനങ്ങൾ നോർമലൈസ്ഡ് ആവുകയും കുറച്ച് പീഡനങ്ങൾ മാത്രം കല്ലെറിയപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മനുഷ്യന്റെ മെന്റാലിറ്റിയാണ്. ഇപ്പം മുകേഷിന്റെ സിനിമകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ആ സിനിമകളൊക്കെ എൻജോയ് ചെയ്ത് കാണുന്ന ഒരാളാണ്. അതിന്റെ അപ്പുറത്തേക്കും മുകേഷ് എന്നൊരാളെ എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അയാളോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. കാരണം അയാള് നല്ലൊരു ഹസ്ബൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത് അദ്ദേഹത്തിന്റെ ഭാര്യമാരാണ് പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു ഭർത്താവാണോ എന്നോ, അല്ലെങ്കിൽ നല്ലൊരു കുടുംബസ്ഥനല്ല, അല്ലെങ്കിൽ സ്ത്രീകളോട് എങ്ങനെയാണ്, അല്ലെങ്കിൽ എല്ലാവരോടും പെരുമാറുന്ന രീതിക്ക് തന്നെ വ്യത്യാസമാണ്. ആ രീതിയിൽ അങ്ങനെ ഒരു വ്യക്തിത്വത്തിനെ എനിക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ സാധിക്കില്ല. പക്ഷെ അയാൾ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ കാലാതീതമായി ഇവിടെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ വൈരമുത്തുവിന്റെ മ്യൂസിക്കുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അയാൾ അതേ മ്യൂസിക് വെച്ച്, അല്ലെങ്കിൽ അയാളുടെ ആയുധം അതാക്കിക്കൊണ്ട് തന്നെ ഒരാളെ മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ജ്ഞാനപീഠം കൊടുക്കുന്നതിനോട് നമുക്ക് വ്യക്തിപരമായി എതിർപ്പ് തോന്നേണ്ട കാര്യമുണ്ട്. കാരണം അയാൾ ആ വഴിക്കാണ് ശ്രമിച്ചിട്ടുള്ളത്. അല്ലാതെ അയാൾ പൈസ കൊടുത്ത് ഏതെങ്കിലും സെക്സ് വർക്കറിന്റെ കൂടെ പോയതാണെങ്കിൽ, അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് വിധേയനാകുന്നില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവിഹിത നോൺ മാരിറ്റൽ അഫെയറുകളാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അയാൾ ഒരു തലപ്പത്തിരിക്കുന്ന ഒരാള്, മ്യൂസിക്കിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാള്, അയാൾ വിചാരിച്ചാൽ നിനക്കുണ്ടാകാൻ പോകുന്ന അവസരങ്ങൾ എനിക്ക് തട്ടിമാറ്റാൻ സാധിക്കും. അതൊരു ഭീഷണിയുടെ പുറത്ത് ആ ഒരു സംഗീതത്തെ മുതലെടുത്തിട്ടാണ് ചിന്മയുടെ അടുത്തേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്ന ആൾക്കാരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് തന്നെയാണ് സിനിമാ മേഖലയിൽ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ മുതലെടുക്കുന്ന ആൾക്കാരുമുണ്ട്. അല്ലാതെ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത ആൾക്കാർ സെക്സ് ചെയ്യുന്നതുണ്ട്. അതിന് നമുക്കൊന്നും പറയുന്നില്ല. രണ്ടുപേർക്ക് ഉഭയസമ്മത പ്രകാരം സെക്സ് ചെയ്യുന്നുള്ളതിൽ വേറെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അയാൾക്ക് 10 ബന്ധങ്ങളുണ്ട് 20 ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ബന്ധങ്ങളിലൊന്നും പരാതി വരാത്തിടത്തോളം കാലം അവർ സേഫാണ്. പക്ഷെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ അടുത്ത്, അല്ലെങ്കിൽ ജൂനിയർ ആയിട്ട് വരുന്ന ഓരോ ആൾക്കാരുടെ അടുത്തും ഞാൻ നശിപ്പിക്കും, നിന്റെ പ്രൊഫഷൻ ഞാൻ നശിപ്പിക്കും, ആ രീതിയിൽ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ അതിക്രമണം നടത്തുന്നവരെ, അത് അവർ ഏത് മേഖലയാണെങ്കിലും, കാരണം അവർക്കൊരു മ്യൂസീഷ്യൻ ആണെന്നോ അവരൊരു ആർട്ടിസ്റ്റ് ആണെന്നോ
ഒന്നും പറയാനുള്ള അർഹതയില്ല. ഇല്ല, അത് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പോലും പറയാൻ കഴിയില്ല. അതെല്ലാം ചൂഷണം എന്നുള്ള ബാനറിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇപ്പൊ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വൈരമുത്തുവിന് ജ്ഞാനപീഠം കിട്ടിയെന്ന് പറഞ്ഞത് നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ജ്ഞാനപീഠം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പൊസിഷനാണ്. അത് കൊടുക്കുന്ന പവർ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അതിൽ നിന്ന് ഇനി കിട്ടാൻ പോകുന്ന, ഇപ്പോൾ ജ്ഞാനപീഠം കിട്ടി എന്നതിന്റെ ബാനറിൽ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന അംഗീകാരങ്ങൾ, അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന പൊതുസമ്മേളനങ്ങൾ, സ്ത്രീകൾ ഒത്തുകൂടുന്ന ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അദ്ദേഹത്തിന് ഫ്രീ ആൻഡ് ഫെയർ എൻട്രി കിട്ടുകയാണ്. അപ്പൊ ഇതൊക്കെ ചൂഷണത്തിന്റെ ബാനറിൽ വരും. അപ്പൊ അദ്ദേഹത്തിന് കൂടുതൽ പവർ കിട്ടുകയാണ്. ആ പവർ യൂസ് ചെയ്താണ് തന്നെയാണ് ഇത്രയും കാലം, ഇപ്പോൾ 10-15 വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീയോട് കാണിച്ചത്, സ്ത്രീയോട് അത്രയും പവർ എടുത്തൊരു ചോദ്യം ഉന്നയിക്കാനുള്ള ധൈര്യം അയാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ 10 മടങ്ങ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ജ്ഞാനപീഠം ലഭിക്കുന്നതിന് ശേഷം അതിൽ കൂടുതലാണ് കിട്ടാൻ പോകുന്നത്. ജ്ഞാനപീഠം കിട്ടിയ ആൾക്കാരെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കും മേഘി. ആ ഒരു പാറ്റേണിലാണ് ഇത്തരത്തിലുള്ള ആൾക്കാരും വരുന്നത്. നമ്മുടെ ജ്ഞാനപീഠം കിട്ടിയ ആൾക്കാർ, അല്ലെങ്കിൽ മികച്ച, അല്ലെങ്കിൽ നടൻ, അല്ലെങ്കിൽ മികച്ച നടി, ഇത്തരത്തിലുള്ള ആ ഒരു അത്രയും വലിയ പൊസിഷൻ, പത്മശ്രീ, പത്മഭൂഷൺ, ഈ ഒരു പാറ്റേൺ ഓഫ് ലെവൽ നോക്കുമ്പോൾ അത് നമ്മളൊരു കാലഘട്ടത്തെ എടുത്തിട്ടാണ് നോക്കുന്നത്. അല്ലെങ്കിൽ ഈ പത്മഭൂഷൺ, പത്മശ്രീ ഇതൊക്കെ തുടങ്ങിയ കാലം തൊട്ടുള്ള ഒരു ലിസ്റ്റുകളായിരിക്കും. അതിനകത്തിൽ ഇങ്ങനെ ഒരാളോട് വരുന്നു. ഇയാളുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ സ്ത്രീകളെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചൂഷണം ചെയ്ത എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾക്ക് കൊടുത്തത്? ഇയാളുടെ സംഗീതത്തിലുള്ള സംഭാവനകൾക്ക് വേണ്ടിയിട്ടാണ് ഇയാൾക്ക് കൊടുത്തത്. ഇതേ സംഗീതം വെച്ച് അയാൾ സ്ത്രീകളെ ചൂഷണം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇയാൾക്ക് എന്ത് അർഹതമാണ് ഈ ഒരു കാര്യം സ്വീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്? സ്വീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്, പക്ഷേ കൊടുക്കാൻ വേണ്ടി ഇതിവിടെ ഒന്ന് നോക്കണ്ടേ നിങ്ങൾ? ഇതിൽ രാഷ്ട്രീയം കലർന്നു വന്നിട്ടുണ്ടോ? രാഷ്ട്രീയപരമായി ഇത് ചിന്തിക്കുന്നുണ്ടോ? കാരണം തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇത്. അത്തരത്തിലാണ് നമ്മുടെ പേരുകളൊക്കെ ലിസ്റ്റിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ അതിൽ സർക്കാരിന് വേണമെങ്കിൽ നമുക്ക് താല്പര്യമില്ല, ഇങ്ങനെ ഒരുപാട് ഇത്തരം കേസുകൾ ഇദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട്. അങ്ങനെ താല്പര്യമില്ലായ്മ അറിയിക്കാൻ പറ്റും. കാരണം അറിയിച്ചിട്ടുള്ള എത്രയോ കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മാറ്റി നിർത്തിയിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. അത് അങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, അത് മാറ്റി നിർത്തണ്ടെന്നല്ല, അത് നിർത്തുന്ന പോലെ തന്നെ ഇവരെ നിർത്തണം. അല്ലാതെ ഇരട്ട നീതി, ഇരട്ട അവിഹിതം, അവിഹിതങ്ങൾക്ക് തന്നെ 3-4 വശങ്ങൾ, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരേപോലെ കാണാൻ നമുക്ക് ശ്രമിക്കണം. എല്ലാ വിഷമങ്ങളും ഒരേപോലെ ആയിരിക്കണം, എല്ലാ പീഡനങ്ങളും ഒരേപോലെ. വിക്ടിംസിന് മാത്രമല്ലേ അറിയുള്ളൂ അതിൽ എത്രത്തോളം ട്രോമ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ ഈ സംഭവത്തിലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ ഇൻവാലിഡേറ്റ് ചെയ്ത് കളയുന്നത് ഈ പരാതി കൊടുത്ത സ്ത്രീകളെയാണ്, അവരുടെ വിഷമത്തെയാണ് ഇൻവാലിഡേറ്റ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ചു, ഇത്രയും ഫെയിമിൽ നിൽക്കുന്ന ഒരാൾക്കെതിരെ ഒരു ആരോപണം ഒരു പൊതുമധ്യത്തിൽ വന്നതെന്ന് പറയുക എന്ന് പറയുന്നത് ചെറിയ ധൈര്യമൊന്നും വേണ്ട കാര്യമല്ല, വലിയ ധൈര്യത്തോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ 1, 2, 3 സ്ത്രീകൾ ഇത്തരത്തിൽ മാറ്റി നിർത്തപ്പെടുമ്പോൾ ഇനിയും ചൂഷണം ഉണ്ടാകുമ്പോൾ തുറന്നു പറയാൻ സ്ത്രീകൾ മടിക്കും. സിനിമ ഇൻഡസ്ട്രിയിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു കാര്യം വന്നു. ഓക്കെ, അടുത്ത തവണ നിങ്ങളുടെ പ്രവൃത്തി മേഖല അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ജ്ഞാനപീഠം നൽകുന്നു, മികച്ച നടനുള്ള പുരസ്കാരം നൽകുന്നു, മികച്ച നടിക്കുള്ള പുരസ്കാരം നൽകുന്നു, എന്നിട്ട് വീണ്ടും നിങ്ങൾ എന്ത് വേണമെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞോ പ്രശ്നമില്ല. കാരണം നിങ്ങൾ വീണ്ടും അതേ തലപ്പത്തിരിക്കുകയാണ്. നിങ്ങളുടെ പിന്നാലെ നിരവധി ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇനിയും വരും, ജൂനിയേഴ്സ് വരാതിരിക്കുന്നുണ്ട്. ഇതിനകത്തിൽ ചിന്മയിക്ക് ധൈര്യം ഉള്ളത് കൊണ്ട്, ധൈര്യമുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് തുറന്നു പറയാൻ പറ്റി. തുറന്നു പറയാൻ പറ്റാത്ത നിരവധി കരച്ചിലുകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പല മുറികളിലും നടന്നിട്ടുണ്ടായിരിക്കണം. അത് ഇപ്പോഴും എത്ര ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കണം അതൊന്നും അറിയില്ല. കാരണം നമുക്ക് അറിവില്ലാത്ത കുറേ അധികം കാര്യങ്ങൾ ഇതിന്റെ അകത്തൊക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട്, വളരെ അഭിമാനത്തോടെ തന്നെ ആ ജ്ഞാനപീഠം കൈപ്പറ്റട്ടെ.